ഗുഡ് മോർണിംഗ് ഗായ്സ്. ഉറക്കപ്പിച്ചിലാണ് ഗൈസ്. അപ്പോൾ നേരത്തെ എണീച്ചിട്ട് ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ഗൈസ് എണീറ്റ് വന്ന് ജസ്റ്റ് അടുക്കളയിലൊക്കെ ഒന്ന് പോയി നോക്കിയതിന് ശേഷം ഞാൻ എന്താ നേരെ കുളിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ വെളിച്ചെണ്ണ അങ്ങനെ എപ്പോഴൊന്നും തേക്കാറില്ല. എന്നാൽ നല്ലോണം തേക്കുന്ന സമയത്ത് നല്ലോണം മസാജ് കൊടുക്കാറുണ്ട്. തലയ്ക്ക് സ്കാൽപ്പിൽ നന്നായിട്ട് ഒരു മസാജ് കൊടുക്കാറുണ്ട്. അങ്ങനെ കുളിച്ച് വന്നു ഗായ്സ്. കുറച്ച് വെള്ളം കുടിക്കാം. കുറേ നേരമില്ല ഞാൻ എണീക്കാൻ പറഞ്ഞിട്ട് എനിക്ക് വെച്ചല്ലേ പുറപ്പെടാം ഗൈസ്. ഞാൻ കുറച്ച് ഫൗണ്ടേഷനും കുറച്ച് പൗഡറും മാത്രമായിട്ടോ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് വേഗം പുറപ്പെടണം. കാരണം അമ്പലത്തിലേക്ക് പോവാട്ടോ നമ്മൾ. എൻ്റെ കണ്ണ് എഴുതി ശരിയായി വന്നിട്ടില്ല. എപ്പോൾ എഴുതാൻ എനിക്ക് തെറ്റിപ്പോവും. എങ്ങനെയുണ്ട് ഗൈസ്? അപ്പോൾ നടന്ന സംഭാഷണം എന്താണെന്ന് വെച്ചാൽ, ഒരു മഴ പെയ്ത അന്നേരം ഞാൻ ചൂടുവെള്ളത്തിലേക്ക് കുളിക്കും. അതിനെപ്പറ്റി കേട്ടോ പറഞ്ഞത്. പക്ഷേ ഇത്രയും പൊലച്ചയായിട്ടും ഞാൻ തണുത്ത വെള്ളത്തിലാണ് ഗൈസ് കുളിച്ചത്. തണുത്ത വെള്ളത്തിൽ വാങ്ങിച്ചൂടാ. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. നട അടച്ചു ഗൈസ്. നേരത്തെ വരായിട്ട് നട അടച്ചു. ഞാൻ അമ്പലത്തിൽ നന്നായി പ്രാർത്ഥിച്ച് നമ്മൾ കുറിയൊക്കെ വാങ്ങി. അപ്പോൾ നമ്മൾ പ്രസാദം കഴിപ്പിച്ചിനേനു. പാൽപ്പായസവും
പിന്നെ ഒരു പുഷ്പാഞ്ജലിയും. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രസാദം കിട്ടാൻ അമ്പലത്തിൽ പൂജ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതാ വിശന്ന് കുത്തിരിക്കുകയാണ് ഗൈസ്. ഓൾറെഡി നമ്മൾ ലേറ്റായിട്ടായിരുന്നു വന്നത്, അതുകൊണ്ട് നട അടച്ചു പോലും. പിന്നെ ഇതാ പൂജ കഴിയണം ഇനി കിട്ടണമെങ്കിൽ. അങ്ങനെ നമുക്ക് പ്രസാദം കിട്ടി ഗൈസ്. നല്ല അടിപൊളി പാൽപ്പായസവും പിന്നെ പുഷ്പാഞ്ജലി കഴിച്ചതിൻ്റെ പായസവും നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അമ്പലത്തിലെ പായസത്തിനൊക്കെ പ്രത്യേക ടേസ്റ്റ്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിൻ്റെ പായസത്തിൽ. ഇങ്ങനെ നമ്മൾ പ്രസാദം കഴിപ്പിച്ചിട്ട് കിട്ടുന്ന പായസമൊക്കെ. പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു ഗൈസ്. ഇനിയാണ് പരിപാടി. ചായ ഉണ്ടാക്കണം, ഉച്ചക്കത്തെ ഫുഡിൻ്റെ കാര്യം നോക്കണം. പിന്നെ അതാ അങ്ങനെ നമ്മളിതാ ചായ കുടിക്കുകയാണ്. കുടിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചു ഡ്രസ്സ് വേർക്കിടാം. കാരണം കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ ഇന്നാണ് വെയിൽ കാണുന്നത്. അപ്പോൾ അതിൻ്റെ പണി അവിടെ നോക്കി. പിന്നെ ചോറിൻ്റെ പണി നോക്കി. കാരണം നമ്മൾ അടുപ്പത്താട്ടോ ചോറ് വെക്കുക, വിറകടുപ്പിലാണ് ചോറ് വെക്കുക, ബാക്കിയൊക്കെ ഗ്യാസ് തമ്മിലാണ്. പിന്നെ ഞാൻ ജിത്താണ് വെറുതെ ചെന്ന് നോക്കുമ്പോൾ അതാ കാറ് കഴുകലാണ് ഗൈസ്. പണിയൊക്കെ കഴിഞ്ഞു ഗൈസ്. വേർത്തു പോയി. ഗെയിം കളിക്കാം. കുറച്ച് സാധനം വാങ്ങേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് പോകട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. നല്ല വെയിലാണ് ഗൈസ്. അയ്യോ ഞാൻ ബൈക്ക് കയറട്ടെ. ഹലോ ഇതാണ് ഗൈസ്, നമ്മൾ നമ്മുടെ പേരിലേക്ക് പോവുകയാണ് ഗൈസ്. ഒരു ഉറക്കൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പം അടുക്കള ഭരണം വേറെ ഏറ്റെടുത്തിയ ഗൈസ് നമുക്ക് കാണാം. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും അച്ഛമ്മയും കൂടി ഇവിടത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ അമ്മയ്ക്ക് വീണിട്ടുണ്ടായിട്ട് കാലിന് പൊട്ടുണ്ടായി. അപ്പോൾ അതുകൊണ്ട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അവിടുന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെ കൊണ്ടുവച്ചാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളും പോയി. അച്ഛമ്മ വന്നില്ല കേട്ടോ. അച്ഛമ്മ എൻ്റെ വീട്ടിൽ ഞങ്ങൾ നിർബന്ധിപ്പിച്ചു. അപ്പോൾ അമ്മേനെ കൊണ്ടുവച്ചാക്കാൻ വേണ്ടി വന്നതാണ്. കൂടാതെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഞങ്ങൾ അന്ന് ഞായറാഴ്ച വീണ്ടും മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. കിട്ടുമോ നോക്കട്ടെ.